സഹരക്ഷകയായ പരിശുദ്ധ ദൈവമാതാവിനൊപ്പം കുരിശിൻ്റെ വഴിയെന്ന വലിയ പുണ്യകർമ്മം നമ്മൾ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നിർവഹിച്ചു. ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്, ആചാരങ്ങൾ അർത്ഥമറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അത് അനാചാരമായി മാറുമെന്ന്. ഈ കുരിശിൻ്റെ വഴി ദിവസത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ചിന്തകളാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള അമേരിക്കയിൽ സ്ഥിര താമസമാക്കിയ ഒരു യാക്കോബായ സഹോദരി, ഒരു യുവതിയാണ്, എൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു. ആ കുഞ്ഞുമകൾക്ക് ഒരു അസുഖം പിടിപെട്ടു. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കാൻ ആ മകൾ വന്നതാണ്. ആ മകൾ എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്, അമേരിക്കയിൽ ആവശ്യത്തിൽ ഏറെ പണമിട്ട് മൂടി ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ ദൈവം കുറച്ച് തിരിച്ചറിവുകൾ എനിക്ക് നൽകി. ഈ വാക്ക് തന്നെയാണ് ആ മകൾ ഉപയോഗിച്ചത്. ആ മകൾ പറഞ്ഞത് ഇപ്രകാരമാണ്, പണം ഇങ്ങനെ വന്നു ചേരുമ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതിൻ്റെ ബ്രാൻഡുകൾ മാറി മാറി ഞാൻ ഉപയോഗിക്കുന്ന ഓരോ അപ്പാരൽസും, ഈവൻ ചപ്പൽസ് എല്ലാം, അത് ബ്രാൻഡുകൾ മാറി മാറി ഉപയോഗിച്ചു. അപ്പോൾ പണം കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെല്ലാം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്നാണ് ആ മകൾ പറഞ്ഞത്. ഇങ്ങനെ കുഞ്ഞുമകൾക്ക് ഒരു ഗുരുതരമായ അസുഖം വന്നപ്പോൾ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ മകൾ പറഞ്ഞു, എനിക്ക് വലിയൊരു ബോധ്യം കിട്ടി, ഈ സമ്പത്ത് എനിക്ക് ദൈവം തന്നിരിക്കുന്നത് അത് പങ്കുവയ്ക്കാനുള്ളതാണ്, അല്ലാതെ എനിക്ക് ആസ്വദിച്ച് തീർക്കാനുള്ളതല്ല. ആദ്യം ആ മകൾക്ക് കിട്ടിയ ഒരു ബോധ്യമാണത്. എന്നിട്ട് രണ്ടാമത് എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്, ഈ മരിയൻ ഉടമ്പടി എടുത്ത എൻ്റെ വല്ല വിഷയം നടക്കോ സിസ്റ്ററെ എന്ന് ചോദിച്ചു. കാരണം ആ മകൾക്കൊരു വിശ്വാസ ജീവിതം നയിച്ച ഒരു പാരമ്പര്യമില്ല. ഒന്നാമതായിട്ട് യാക്കോബ വിശ്വാസി ആയതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ വിളിച്ചുള്ള പ്രാർത്ഥനകളൊന്നും അവരുടെ സഭയിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ മകൾ എന്നോട് ചോദിച്ചത് പ്രകാരമാണ്, ഞാൻ മരിയനോട് വഴി എടുത്തിട്ടുണ്ട്, എൻ്റെ ഈ വിഷയം നടക്കൂ സിസ്റ്ററെ. കാരണം ഗുരുതരമായൊരു അസുഖമാണ് മകൾക്ക്. കണ്ണിൻ്റെ കാഴ്ചയൊക്കെ രണ്ടായിട്ട് കാണുന്നു, കളറുകൾ മാറി, കളർ ബ്ലൈൻഡ്നെസ് എന്നൊരവസ്ഥ. അങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ആ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത് ഞാൻ തന്നെ കണ്ടു. രണ്ടാമതും ആ മകള് അമേരിക്കയിൽ നിന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തെ മുൻനിർത്തി രണ്ട് പ്രധാനപ്പെട്ട ചിന്തകളാണ് ഈ ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ഓരോ ദുഃഖവെള്ളിയാഴ്ചയും ദൈവത്തിലേക്ക് തിരിച്ചു പോരുവാൻ ദൈവം നമുക്ക് തരുന്ന ഒരു അവസരമാണ്. ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടിയ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എന്താണ് ചെയ്തത്? ഈശോ കൽപ്പിച്ചതുപോലെ തന്നെ അനനിയാസിന്റെ അടുത്ത് നിന്ന് സ്നാനം സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിച്ചു. പിന്നീട് വലിയ സുവിശേഷകനായി 14ഓളം സഭകളാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായം 10-ാം തിരുവചനത്തില്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ അത് നിഷ്ഫലമായി പോയിട്ടില്ല, നേരെ മറിച്ച് എല്ലാവരേക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു, ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്. സക്കേവൂസിന്റെ ഭവനത്തിലും ഈശോ സ്വീകരിക്കപ്പെട്ടപ്പോൾ സക്കേവൂസും ഒരു തീരുമാനമെടുക്കുകയാണ്, ഈശോയിലേക്ക് തിരിച്ചു പോകുക. ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന്. ഈ ഒരു നടപടിയാണ് ഓരോ വിശുദ്ധ വാരത്തിലും വിശ്വാസി കൈക്കൊള്ളേണ്ടത്. ഇന്നാളുകളിലൊക്കെയും നിങ്ങളിൽ പലരും ചിലപ്പോൾ മദ്യപാനം വിശുദ്ധവാരം എന്ന ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഉപേക്ഷിച്ച വ്യക്തികളാകാം. ഇനി നിങ്ങൾ മദ്യപിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബന്ധുക്കള് വീട്ടിൽ വരുമ്പോൾ മദ്യ സൽക്കാരം നടത്തുന്ന വ്യക്തികളായിരിക്കാം. ഇതെല്ലാം തെറ്റാണ്. ഇത്തരത്തിൽ വിശുദ്ധവാരത്തിലൂടെ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട കാലഘട്ടമാണ്.
പാപത്തിന്റെ സാഹചര്യങ്ങളെ, പാപത്തെ വെറുത്തുപേക്ഷിക്കുവാനുള്ള വലിയൊരു തീരുമാനം. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഒരു കൃപ ആർജനത്തിന്റെ സമയമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മാനസാന്തരം വരണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ കൃപ ആർജിക്കണം. നമുക്ക് കൃപ വന്ന് നിറഞ്ഞാൽ മാത്രമേ ആ കൃപയുടെ പ്രതിഫലനമായി മറ്റുള്ളവരിലേക്ക് ഈ ശക്തി നമുക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈശോയുടെ തന്നെ വചനമാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ കൃപാസനത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ ഒരു ചെക്ക് അത് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ആ വ്യക്തി അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ പണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ വണ്ടിച്ചേക്കാണ് നിങ്ങളെ പിടിച്ചകത്തുക. അതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് ദൈവ തിരുസന്നിധിയിൽ സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനും മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും സാധിക്കുകയുള്ളൂ. അതിന് ആദ്യം തന്നെ നമ്മൾ പാപം നിറഞ്ഞ വഴികൾ വെറുത്തുപേക്ഷിക്കണം. കൊളോസ്യൻസ് 3:10 തിരുവചനം അനുസരിച്ചുകൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് ഒത്തവിധം നവീകരിക്കപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയെ ധരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കൃപയുടെ അനുരണനങ്ങൾ നിങ്ങളെ നോക്കി മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ച അത് സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ത്യാഗപ്രവർത്തനങ്ങൾ, മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറെ ഭക്താഭ്യാസങ്ങൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ അതിൽ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക. 2, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുക. അതായത് ഈശോയെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. നിങ്ങൾക്ക് കിട്ടിയ സമ്പത്ത് അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൃപ നിങ്ങൾ ആർജിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ മകള്, അമേരിക്കയിൽ നിന്ന് മകള്, ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ സാക്ഷ്യം പറയാൻ ആ മകൾക്ക് സാധിച്ചത്? അതിന്റെ കാരണം 2015 മുതൽ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മക്കള് ഈ ചെയ്തു കൂട്ടിയിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും ഒരു ആസ്തിയിലോട്ടാണ് ഈ മകള് മരിയൻ ഉടമ്പടി എടുത്ത് തന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചത്. അവൾ വൃത്തിയായി മാനസാന്തരപ്പെടാൻ തീരുമാനിച്ചപ്പോൾ ഉടനടിയാണ് മാതാവ് ആ മകളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. അവൾ പിന്നീട് പറയുകയുണ്ടായി, പിന്നീട് ജോൺ പോൾ II അവളുടെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഇനി മകള് മരുന്ന് കഴിക്കണ്ട. കാരണം നിങ്ങൾക്കറിയാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന്റെ പ്രത്യേകത അത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നാണ് അത് ഡോക്ടേഴ്സ് പറയാറ്. അപ്പോൾ ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി, അൾത്താരയിൽ സാക്ഷ്യമെന്ന് പറഞ്ഞു പോയെങ്കിലും ഈ മകൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇനി ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് 6 months കൂടുമ്പോൾ ചെക്കപ്പ് റിപ്പീറ്റ് ചെയ്യണം, മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ജോൺ പോൾ II മാർപ്പാപ്പ ഈ മകളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇനി മരുന്ന് മകൾ കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ മകള് പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ കൃപാസനത്തിലാണ് ഉടമ്പടി എടുത്തത്, ജോസഫ് അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറയണം ഈ മരുന്ന് കഴിക്കണ്ട. അങ്ങനെ മകള് വീണ്ടും അമേരിക്കയിൽ നിന്ന് കൃപാസന അൾത്താരയിൽ വന്നപ്പോൾ അൾത്താരയിൽ നിന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥനാ മെസ്സേജിലൂടെ ആ സന്ദേശം എടുത്തു. അച്ഛനും പറഞ്ഞു, ഇനി ഈ കുഞ്ഞു മകള് മരുന്ന് ഒരിക്കലും കഴിക്കേണ്ടതില്ല, പൂർണ്ണ സൗഖ്യമാണ് ആ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ നിന്ന് ആ മകൾക്ക് ലഭിച്ചത്. ഒപ്പം തന്നെ ആ മകളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ഇത് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാണ്. ഉടമ്പടി എടുത്തവർക്ക് മാത്രമല്ല, ഒരു ഉടമ്പടി ജീവിതം ഈശോയുമായിട്ട് നയിക്കുന്ന ഓരോ മക്കൾക്കും സാധ്യമാണ്. അതിന് ഈ ഒരു ദുഃഖവെള്ളിയാഴ്ചയും തുടർന്നുള്ള തിരുക്കർമ്മങ്ങളും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.